വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ പുതിയൊരു മീഷോ ഫൈൻഡായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീഷോ ഫൈൻഡ് വീഡിയോയിൽ നിങ്ങൾ വേറൊരു കാര്യം മറക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഓരോ വീഡിയോ കാണിക്കുമ്പോഴും അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് തന്നെ, നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റ് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ അടുത്ത് ഞാൻ ഇട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസും കൂടുതലും കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അല്ലാതെയും ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗേൾസിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെയും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീഷോ ഫൈൻഡ് വീഡിയോ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. നല്ല കമൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. 4 പേർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെസൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു റാക്കാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റാക്കാണ്. ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത് എല്ലാ പാർട്സും ഉണ്ടോ എന്ന്. കാരണം അത്രയും ചെറിയൊരു ബോക്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അവർ എല്ലാം ഊരിയൊക്കെ വെച്ചേക്കുന്ന കാരണം ചെറിയൊരു ബോക്സിലായിട്ടാണ് വന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്സ് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറിയറുകാരൻ കൊണ്ടുവന്ന് തന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാനെന്ന വീഡിയോയും കൂടെ എടുത്തിട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. വേറെ കളറൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ വേറെ മോഡലൊക്കെ ഉണ്ട്. ഈ ഒരു മോഡൽ ഈ കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ വൈറ്റ് കളറിൽ കാണുന്നത് സ്റ്റാൻഡാണ്. ഇതിലാണ് നമ്മൾ ആ ബ്ലാക്ക് കളറിലെ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് നോക്കുകയാണ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അതാണ് ഈ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നത്. മീഷോയിൽ നിന്ന് എന്ത് സാധനം വാങ്ങിച്ചാലും നന്നായിട്ടൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മീഷോയ്ക്കുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നും ഡാമേജ്ഡായിട്ട് കിട്ടിയിട്ടില്ല, റിവ്യൂവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് അതിനകത്ത് വയ്ക്കാനുള്ള ആ ഒരു, ഇപ്പോൾ ഞാനത് എടുത്തില്ല, ആ ഒരു സ്പേസിൽ നമുക്ക് റാക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ട് സ്പേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. 2 എണ്ണം ഉണ്ട്. അതാദ്യം വെക്കുന്നതിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ സെറ്റ് ചെയ്തെടുത്തു. ഇതാണ് ഏറ്റവും ടോപ്പ് പോർഷൻ വരുന്നത്. നമുക്ക് പ്ലേറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള, അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്ക് ഒരുപാട് സാധനം അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ മേളിൽ പ്ലേറ്റൊക്കെ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് അതിന് പറ്റുന്നത്. ഇത് അതിൻ്റെ താഴെ വരുന്ന പോർഷൻ. പിന്നെ ഏറ്റവും താഴെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു ബോർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം വിചാരിച്ചത് മൂടി വെക്കാൻ വല്ലതും ആണോ എന്ന്. ഞാൻ പിന്നെ ഇമേജ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഏറ്റവും താഴത്ത് നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുമല്ലോ, ആ സമയത്ത് അതിൽ നിന്നും ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഇറ്റ് വരത്തില്ലേ, അത് താഴത്തേക്ക് നമ്മൾ വെക്കുന്ന ഫ്ലോറിൽ വീഴാതിരിക്കാനായിട്ട് ഈ വൈറ്റ് ആ ഇതിൽ വന്നിട്ട് വെള്ളം വീഴും. നമ്മൾ ഇഷ്ടം പോലെ എടുത്തത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ തിണ്ണയിലോ നമ്മൾ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് നനവ് വരത്തില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. അത് കൊള്ളാം. അതിന് അത്യാവശ്യം ആ ഒരു എഡ്ജിലൊക്കെ കുറച്ചിങ്ങനെ ഉന്തി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് പോകത്തില്ല. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ബോക്സാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ബോക്സ് ഫസ്റ്റ് വെച്ച് കൊടുക്കുക. അത് കറക്റ്റ് അതിൻ്റെ 4 കോർണറിലും കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അതങ്ങനെ പോകത്തൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡും ആ ഒരു ഹോൾസ് ഉണ്ട്. മറ്റേ സൈഡ് കണ്ടോ, ഹോൾ കണ്ടോ, ആ ഒരു ഹോളിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ വെച്ചു. ഇനി മറ്റേ സൈഡും കൂടെ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോഴത്തേക്കും വലിയ കട്ടിയില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഒരുപാട് സെല്ലേഴ്സിൻ്റെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാനിത് വാങ്ങിയിട്ടുള്ളത് വെറും 230 രൂപയ്ക്കാണ്. 300, 400, 500 രൂപ വരെയൊക്കെ ഇതിന് പല സെല്ലേഴ്സും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവും എന്നാൽ റിവ്യൂ വെച്ച് ബെറ്റർ ആയിട്ടുള്ള സെല്ലറുടെ അടുത്ത് നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7 ദിവസം 8 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രൊഡക്റ്റ് ഒന്നും ഇത്രയും ദിവസം എടുക്കത്തില്ല. ഇത് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു താമസം മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഈ ഒരു പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ, പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് നല്ല സെക്യൂറായിട്ട് തന്നെ ഇരിക്കും. ഞാൻ ലാസ്റ്റ് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാക്ക് വന്നിട്ട്.
കണ്ടോ, മേളിലായിട്ട് നമുക്കിങ്ങനെ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കാം. താഴത്തും ആ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെയും ഈ ടോപ്പിലെ ബോക്സിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഒരുവിധം ഗ്ലാസ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ബൗൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതല്ല അത്യാവശ്യം വലിയ ബൗളാണെങ്കിൽ നമുക്ക് അടുക്കി വയ്ക്കാം. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 ഡ്രോ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വെക്കുന്നതിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. പിന്നെ ഞാനത് കറക്റ്റായിട്ട് തന്നെ വെച്ചു. അത് ആ ഒരു രീതിയിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണ്ടൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇപ്പോൾ അതവിടെ ഫിക്സായി. അപ്പോൾ ഇതുപോലെ നമ്മൾ എത്ര സ്പേസ് നമുക്ക് വേണം ഓരോ റോയ്ക്കൊന്ന് വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. രണ്ടാമത്തതും കൂടെ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പ് ഉണ്ടോ, അതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് വയ്ക്കാൻ. ഞാൻ ആദ്യമായിട്ട് വെച്ചപ്പോഴേ ചെറിയൊരു എവിടേക്കൊക്കെയോ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു ഇമേജ് ഉണ്ടാവും, നമ്മൾ വാങ്ങിക്കുന്ന ആ സെല്ലറുടെ പേജിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ വെക്കാറുണ്ട്, സ്റ്റാൻഡ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കൊള്ളും കേട്ടോ. ഞാനിത് കിച്ചൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഉള്ളിൽ എനിക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇതിൽ വെക്കാം. പിന്നെ ഞാൻ വർക്ക് ഏരിയയിൽ വേറെ വലിയ റാക്കുണ്ട്, അപ്പോൾ അത് സ്റ്റീലിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് വേറെ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതിലെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, പ്ലേറ്റ്സൊക്കെ ഞാൻ ഇതിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പാത്രങ്ങളും ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒരു 800 രൂപയുടെ കോംബോ ഉണ്ടായിരുന്നില്ലേ, അതിലെ പാത്രങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് മീഷോന്ന് വാങ്ങിയതിൽ ഏറ്റവും വേർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. ഒരു 48 പീസ് പാത്രം, നമ്മുടെ ഒരു അടുക്കളയിലേക്ക് വേണ്ട ഒരു 6 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് പാത്രം, ഗ്ലാസ്, സ്പൂൺ എല്ലാം ഉൾപ്പെടെയാണ് 800 രൂപ. അപ്പോൾ അതിലെ പാത്രങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് വെക്കാം. പിന്നെ ആ ഒരു പ്ലേറ്റ് വെക്കുന്ന ഗ്യാപ്പിൽ തന്നെ നമുക്ക് 2 എണ്ണമൊക്കെ, ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഒന്നിച്ചാണെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്കിത് അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങിയിരിക്കും. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുപാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ അതേ താഴത്ത് ഇതേപോലെ ചെറിയ ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കി വയ്ക്കാം, പകരം ഗ്ലാസ് വയ്ക്കാം. പിന്നെ ഇനി വലിയ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ കൊള്ളുന്നതനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പുറമേ ആയിട്ടാണെങ്കിലും ഒക്കെ അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ ഇത്രയും സംഭവം ഞാൻ അതിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പാത്രങ്ങൾ കൊള്ളും. മുകളിലൊക്കെ സ്പൂണും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ആ സൈഡിലായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്തെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്കും സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് മാറ്റിയിട്ട് നമുക്കിങ്ങനെ ഗ്ലാസ്സും വയ്ക്കാം. ഈ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം വലിയ ഗ്ലാസ്, ഇതെല്ലാം ആ ഒരു കോമ്പോയിലുള്ളതാണ് കേട്ടോ, ഈ പാത്രങ്ങളൊക്കെ, ഗ്ലാസ്സൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല വേർത്തായിട്ടുള്ള ഒരു കോംബോ തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ആർക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഗിഫ്റ്റ് കിട്ടുന്ന ആർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോയും ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ, അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഇനിയും സ്പേസ് ഉണ്ട് കേട്ടോ, അവിടെ വെച്ചാൽ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഒന്നും വെക്കാണ്ടിരുന്നത്. കണ്ടോ, ഇനിയും ബാക്കിൽ സ്പേസ് ഉണ്ട്, കുറച്ച് ഗ്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ കൂടെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ആർക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു മീഷോ പ്രൊഡക്റ്റായിട്ട് വരാം. ടാറ്റാ.